ഇടുക്കി ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് ബൈക്ക് യാത്രികനെ കാട്ടാന ആക്രമിച്ചു. ചിന്നക്കനാൽ സ്വദേശി രാജുവിനെയാണ് ആന ആക്രമിച്ചത്. കാട്ടാന രാജു സഞ്ചരിച്ചിരുന്ന ബൈക്ക് തട്ടിയിട്ടു. വീണ് കൈക്കും തലയ്ക്കും സാരമായി പരിക്കേറ്റ രാജു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആളുകൾ ബഹളം വെച്ചതോടെ കാട്ടാന പിൻവാങ്ങുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സിംഗരണത്തിൽ നിന്ന് വിളക്ക് പോകാൻ വേണ്ടിയിട്ട് വിളക്കിൽ വരുമ്പോഴാണ് ആന നിന്ന് ഞാൻ കണ്ടില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ ആന ഇറങ്ങി റോട്ടിൽ വന്ന് എന്നെ ഇറങ്ങി തട്ടാൻ വേണ്ടിയാണ് വന്നപ്പോൾ തന്നെ ഞാൻ തട്ടിയിട്ട് വന്ന് വിളിച്ചത് വിളി കേട്ടിട്ട് ഇപ്പോൾ വന്ന് ഒറ്റ ചവിട്ട് മറ്റേ പുറംകാലം കൊണ്ട് വണ്ടീനെ തട്ടി താഴെ കൊണ്ട് മാറി ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ പിന്നെയും കയറി വന്നപ്പോഴാണ് ഞാൻ എണിച്ചിട്ട് അവിടെ തന്നെ പിന്നെയും ഒരു വിളിച്ചിട്ട് മാറി അങ്ങോട്ട് പോയ. പിന്നെ ഞാൻ മാറിയ അത് കഴിഞ്ഞ് ഗസ്റ്റിൻ്റെ വണ്ടി വന്നു, അതിൽ കയറി. പിന്നെ ഞാൻ ആ മധു എന്ന് പറയുന്ന വൈകിൻ്റെ വണ്ടി കയറിയാണ് വെള്ളക്ക ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത്. അന്നേരം ആൾക്കാരൊക്കെ വന്നവിടെ. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? കാട്ടാന കുറച്ചു നേരം ഭയപ്പെടുത്തിയോ? ഡോക്ടറും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് ഈ രാജു ഉള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തിന് സമീപം ഈ സംഭവം നടക്കുന്നത്. രാജു സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ബൈക്കിൽ മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുന്നിൽ പെടുന്നത്. ഈ രാജുവിനെ കണ്ടതോടുകൂടി കാട്ടാന തൊട്ടടുത്തേക്ക് വരുന്നു. തുടർന്ന് ബൈക്ക് കാലുകൊണ്ട് തൊഴിച്ചിടുകയായിരുന്നു എന്നാണ് രാജു തന്നെ പറയുകയും ചെയ്യുന്നത്. കാലിലും ശരീരത്തും അടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ആ സമയത്ത് ടൂറിസ്റ്റ് സഞ്ചാരികൾ വാഹനത്തിലെത്തി. ഈ അക്രമം കണ്ടുകൊണ്ട് വാഹനം ഹോൺ അടിക്കുകയും ആളുകൾ ഒച്ച വെക്കുകയും ചെയ്തു. ഇതോടെ കാട്ടാന ആ സംഭവ സ്ഥലത്ത് നിന്നും മാറുകയും ഉടൻ തന്നെ രാജുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ RRT സംഘം സംഭവ സ്ഥലത്തെത്തുകയും കാട്ടാനയെ സംഭവ സ്ഥലത്ത് നിന്ന് കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ ചിന്നക്കനാൽ മേഖല നേരത്തെ മുതൽ അരിക്കൊമ്പൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു മേഖല കൂടിയാണ്. ഇപ്പോഴും ഈ കാട്ടാന ശല്യത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ ജീവൻ തിരികെ ലഭിച്ചു എന്നതാണ് രാജുവിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യം. അരുൺ, ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. രാജുവിന് ജീവൻ രക്ഷപ്പെടാൻ സാധിച്ചു, പക്ഷേ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.